ഭഗവാനെ, ഇതാരാണി വന്ന കുട്ടികൃഷ്ണല്ലേ? പവിത്ര, പവിത്ര, ആരാ വന്നേ നോക്കിയേ. എന്റെ കുട്ടികൃഷ്ണ, നിന്റെ കാര്യം ഞാൻ ഇന്നലെയും കൂടി ഓർത്തതേ ഉള്ളു. രണ്ടങ്ങോട്ട് നോക്കല്ലേ ചേച്ചി. പവിത്ര, അങ്ങ് വന്നേടാ, നോക്കിയടാ. ഇതാരേ അമ്മാവനോ? ഇങ്ങോട്ടൊക്കെ ഉള്ള വഴിയൊക്കെ അറിയോ? വഴി ഓർത്തിട്ട് വല്ല കാര്യം ഉണ്ടാ? വയനാട്ടിലെ ജോലി ഒന്നും മഹാമെനക്കെടാണെന്ന്. ഒരു സൈഡിൽ കാറ്റ്, ഒരു സൈഡിൽ മഴ, ഒരു സൈഡിൽ മണ്ണിടിച്ചില്, ഒരു സൈഡിൽ ഉരുൾപൊട്ടൽ, ഒരു സൈഡിൽ ആന, ഒരു സൈഡിൽ കാട്ടുപോത്ത്, കാട്ടുപന്നി, സർവത്ര കുഴപ്പമാണെന്ന്. അതുകൊണ്ട് ഞാനൊരു തീരുമാനം എടുത്തു. അവിടെയുള്ള സ്വത്തുക്കളൊക്കെ വിറ്റിട്ട് ഇങ്ങോട്ടൊന്നും താമസാക്കുന്നു. പിന്നെ അല്ല. എന്നിട്ട് നീ എന്താണ് ഇപ്പോഴാണ് ഇങ്ങോട്ട് വരുന്നത്? എല്ലാം ഒന്ന് ഒതുക്കിയിട്ട് ഇങ്ങോട്ട് വരാന്ന് വിചാരിച്ചു ചേച്ചി. അല്ല പവിത്ര, നിന്റെ ഭാര്യ എവിടെടാ? ഓ, അമ്മാവൻ കണ്ടിട്ടില്ലോ അല്ലേ? സുമിത്രയെ ഞാൻ വിളിക്കാം. സുമിത്രേ, സുമിത്രയാണല്ലേ? സുമിത്രേ, ഇങ്ങോട്ടൊന്ന് വന്ന് ഇത് ആരാ നോക്കിയാ വന്നേക്കുന്നേ? ഇപ്പൊ ഇല്ല ചേച്ചി, ചേച്ചിക്ക് മൊത്തത്തിൽ ക്ഷീണം പോലെ. എന്ത് പറ്റി? ഞാൻ ക്ഷീണില്ലാണ്ടിരിക്ക. എന്റെ കഷ്ടപ്പാടിന് വല്ല കുറവുണ്ടാ? എല്ലാം പഴയതുപോലെ തന്നെ. മരുമോള് വന്ന സ്ഥിതിക്ക് ചേച്ചിക്ക് ഇനി റെസ്റ്റ് എടുത്തുകൂടെ? ബെസ്റ്റ്. അങ്ങനെ ഞാൻ റെസ്റ്റ് എടുത്താലേ ഇവൻ പട്ടിണിയാവും. ഇപ്പോഴും പണിയെല്ലാം ഞാൻ തന്നെ എടുക്കണത്. അമ്മാവ, ഇതാ സുമിത്ര. സുമിത്ര, ഞാൻ പറയാറില്ലേ ഞങ്ങളുടെ വയനാട്ടിലുള്ള കുട്ടികൃഷ്ണ മാമനത്. നിങ്ങളുടെ കല്യാണത്തിന് എനിക്ക് വരാൻ പറ്റില്ല, ജോലി തിരക്കായിരുന്നു. കല്യാണോ? അതിന് ആര് കല്യാണം കഴിച്ച്? ഇവിടെ പെട്ടിയും കിടക്കായിട്ട് ഒരു ദിവസം വന്ന് ഇവിടെ പൊറുതിയും തുടങ്ങി. സംഭവിച്ചു. ഹലോ, ഞാൻ കണ്ടായിരുന്നു. അതെ, ഞാനിപ്പൊ കുറച്ച് തിരക്കില്ല. ഞാൻ കുറച്ച് കഴിഞ്ഞ് അങ്ങോട്ട് വിളിച്ചാൽ മതിയോ? ഓ, ശരി ശരി. സുമിത്ര, നീ നോക്കി നിൽക്കുന്ന അമ്മാവനുള്ള ചായ എടുക്കിച്ചല്ലേ? അയ്യോ, ചായ വേണ്ട. ഞാൻ വരുന്ന വഴിക്ക് ചായ കുടിച്ചായിരുന്നു. ആണോ? എന്തെങ്കിലും കഴിക്കാനെടുക്കാം. സുമിത്രേ. ഹലോ, ഞാൻ കണ്ടായിരുന്നു എഫ്ബിയില്. ഞാൻ കണ്ടായിരുന്നു. അതിവിടെ വെച്ചെടുത്തൊരു ഫോട്ടോ. ഓ, ശരി ശരി. ഓക്കെ, താങ്ക് യു. ഓക്കെ. ഏതുനേരം ഫോണിലാണല്ലേ? അങ്ങനെയൊന്നും ഇല്ല. അല്ല, ഇപ്പോഴത്തെ പിള്ളേരൊക്കെ ഇങ്ങനെ ഇല്ലാത്ത പൈസ കൊടുത്തിട്ട് ഫോണങ്ങ് മേടി. പിന്നെ ജീവിതം മൊത്തം അതിനകത്താ. ഞാനല്ലോ നമ്മളിത് വാങ്ങുന്നത്. അധികമായാൽ അമൃതം വിഷമാണെന്നാണ് ചൊല്ല്. അതെ. ഇല്ല, സുഖമായിട്ടിരിക്കുന്നു. ഇനി വേറെ എന്തൊക്കെയുണ്ട്? അമ്മയൊക്കെ സുഖമായിട്ടിരിക്കുന്നോ? ഇല്ലില്ല, ജോലി ഒന്നും ആയിട്ടില്ല. ജോലിക്കൊന്നും നോക്കുന്നില്ലെന്നേ ഇവിടെ. അയ്യോ, എന്റെ ഫോൺ. ഒന്ന് ഓടി വാ. എന്റെ ഫോൺ വെള്ളത്തിൽ വീണ്. ശരിക്കും വെള്ളം ഒഴിച്ചപ്പോ കയ്യിൽ നിന്ന് പോയി. എങ്ങനെ വീഴാതിരിക്കും? ഫോൺ ചെയ്തോണ്ടല്ലേ ജോലി ചെയ്യണത്. കുട്ടികൃഷ്ണൻ കഴിഞ്ഞ ദിവസം കൊണ്ട് പറഞ്ഞതേ ഉള്ളു. ഒരു കുട്ടികൃഷ്ണൻ അങ്ങനത്തെ കരിനാക്കാണ് ഇങ്ങനെ സംഭവിച്ചത്. അല്ലാതെ നീ ഇങ്ങനെ വെച്ചിട്ടുണ്ടായിരുന്നിട്ടല്ലേ? ഞാൻ അപ്പോഴേ വിചാരിച്ചു എന്തെങ്കിലും സംഭവിക്കുമെന്ന്. അല്ല, അങ്ങനെ ഉണ്ടാവുമെങ്കിൽ പിന്നെ എന്തിനാ ഫോൺ ചെയ്തോണ്ട് ചെടിതനക്കാൻ വന്ന? അമ്മച്ചി വെറുതെ എന്റെ വായിലിരിക്കുന്നൊന്നും കേൾക്കരുത് കേട്ടോ. വെറുതെ അല്ല നാട്ടുകാർ പറയുന്നത്. അങ്ങനെ നാക്കെടുത്ത് വളച്ചാൽ അത് അച്ചട്ടാണ്. ഇനിയിപ്പോ എന്തോ ചെയ്യും? ബഹളം വെക്കാതെ നീ ഒരു കാര്യം ചെയ്യും. ഇത് ആ വെയിലത്തൊങ്ങനെ കൊണ്ടുവെക്കാം. ഉണങ്ങി കഴിയുമ്പോ ചിലപ്പോ നിനക്ക് ഭാഗ്യം ഉണ്ടത് റെഡിയാവും. എന്ന് നിസ്സാരമായിട്ടാ പവിത്രേട്ടായി പറയുന്നത്. ഞാൻ എത്ര രൂപ കൊടുത്ത് വാങ്ങിച്ച ഫോണായതെന്ന് അറിയാവോ? പവിത്രേട്ടാ, ഇതിന് വല്ല സംഭവിച്ചു കഴിഞ്ഞാ പവിത്രേട്ടൻ എനിക്ക് പുതിയ ഫോൺ വാങ്ങിച്ചു തരേണ്ടി വരും. അതുകൊള്ള ഞാനെന്തിനാ പുതിയ ഫോൺ മേടിച്ചു? പവിത്രേട്ടനല്ല ചെയ്തത് നിങ്ങളുടെ പഞ്ഞ അമ്മാവനാ. ഇനി അങ്ങനെ ഈ വീട്ടിൽ വന്നോ അങ്ങനെയൊക്കെ ഞാൻ വല്ല വിഷവും കൊടുത്ത് കൊല്ലും. അല്ല, നിന്റെ കുറ്റത്തിന് നീ എന്തിനാ അവനെ പറയണത്? ഇപ്പൊ ഇത് വെള്ളത്തിൽ വീണതേ ഉള്ളു. ഇത് അടപ്പിലായിരിക്കും വീണ. അത്തി പണ്ടാരടങ്ങും. അപ്പൊ എങ്ങനെ സ്വസ്ഥത കിട്ടുമല്ല? ഈ സുമിത്രയുടെ മൊബൈലിന്റെ കാര്യത്തിൽ ഒരു തീരുമാനമായതോടുകൂടി ഈ കുട്ടികൃഷ്ണൻ അമ്മാവൻ സുമിത്രയുടെ നോട്ടപ്പുള്ളിയായി. മേലിൽ വീട്ടിൽ കയറി പോകലെന്ന് അവള് പറഞ്ഞത്. ഇതിലൊക്കെ വല്ല കാര്യമുണ്ടോ പവിത്ര? യാദൃശികമായിട്ട് സംഭവിക്കുന്നതല്ലേ. ഇതൊക്കെയാ ഞാനും ആദ്യം വിചാരിച്ചത്. 2 ദിവസം കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേക്കും ഈ അമ്മാവൻ വീണ്ടും വീട്ടോട്ട് കയറി വന്നു. അവിടെ രണ്ടാം ഭാഗത്തിന്റെ തുടക്കം. ഒന്നും പറയണ്ട ചേച്ചി, വീട്ടുകളിലൊന്നും പഴയതുപോലെയൊന്നും അല്ലെന്ന്. കയ്യിരിക്കണ കാശ് കൊണ്ട് 2 അറ്റം കൂട്ടിമുട്ടിക്കാൻ പറ്റുന്ന പാടെ എനിക്കല്ലേ അറിയാവൂ.
ഇതൊക്കെ തന്നെ ഇവിടുത്തെ അവസ്ഥ. ഇവിടെ അതിന് ആയിരിക്കത്തിന് മാത്രം ജോലി ഇരിക്കണം. ആകെ പവിത്രന് മാത്രമല്ലേ ജോലിയുള്ളു, അതും വല്ലപ്പോഴും. സുമിത്രയുടെ വീട്ടിൽ പൂത്ത കാശിരിക്കല്ലേ, അവള് ഷെയറിക്ക് തരാൻ പറ. നന്നായിരിക്കും. അവക്ക് കാശ് കൊടുക്കൂടാ. പക്ഷെ അവള് എല്ലാ ആഴ്ചയിലും മേക്കപ്പ് സാധനം മേടിക്കുക, ചുരിദാർ മേടിക്കുക. ഈ വീട്ടിലിരിക്കണവർക്ക് എല്ലാ ആഴ്ചയിലും ചുരിദാർ എടുക്കേണ്ട വല്ല കാര്യമുണ്ടാ? നമ്മളതൊന്ന് ചോദിച്ചാലാ? എന്റെ കാശ് എനിക്ക് ഇഷ്ടമുള്ള പോലെ ഞാൻ ചെയ്യും. അവളോടൊക്കെ മെല്ലിടാൻ ആർക്ക് പറ്റും? അവള് പറയണതിനൊരു എതിർവാക്ക് എന്റെ മകൻ മിണ്ടൂല. ഇതാണ് ഇവിടുത്തെ അവസ്ഥ. എന്നിട്ട് രാവിലെ രണ്ടുപേരുടെ വിശേഷം പറഞ്ഞാണോ? അല്ല, ഞങ്ങളിങ്ങനെ വീട്ടുകാരുടെ കാര്യമൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. അല്ല സുമിത്ര, നീ ഇങ്ങനെ ആവശ്യമില്ലാതെ കാശ് ചിലവാക്കുന്നുണ്ടെന്നാ ചേച്ചി പറയുന്നത്. അല്ലേ ചേച്ചി? അല്ല, ഇവരുടെ ഇല്ലാത്ത കാശ് കൊടുത്ത് ഇങ്ങനെ ചുരിദാറൊക്കെ വാങ്ങിക്കേണ്ട കാര്യമുണ്ടോ? എന്നാണ്ട് ചേച്ചിയുടെ സാരി വാങ്ങിക്കണം, എന്ത് ഭംഗിയാണെന്ന് നോക്ക്. ആവശ്യമില്ലാത്ത കാശും കൊടുത്ത് ഈ ചുരിദാർ വാങ്ങിച്ചിട്ട് ഇതുപോലത്തെ ഭംഗി കിട്ടുമോ? കിട്ടും. 250 രൂപ കൊടുത്ത് സാരി വാങ്ങിച്ചു കൊടുക്കാൻ എനിക്ക് എന്താ ഭ്രാന്തല്ലേ? വിലയിലല്ലല്ലേ കാര്യം, അതിന്റെ ഭംഗിയിലല്ലേ. സാരിക്ക് ഇപ്പൊ 250 രൂപ വിലയൊക്കെ ഉള്ളൂ. പക്ഷെ അതിന്റെ പ്രൗഢി നോക്കിയാൽ അല്ല ചേച്ചി, അടിപൊളിയാക്കി സാരി കൊള്ളാം. എന്നിട്ട് ഞാൻ ഇത്ര നേരം പറഞ്ഞതിനകത്ത് എന്തെങ്കിലും പ്രശ്നം നിങ്ങൾക്ക് തോന്നിയായിരുന്നോ? എനിക്കും തോന്നിയില്ല. പക്ഷെ പിറ്റേ ദിവസം അക്കാര്യത്തിലൊരു തീരുമാനമായി. അടുത്തേട്ടാ, നമുക്കിന്ന് വൈകിട്ടൊന്ന് പുറത്തോട്ട് പോയാലോ? എന്നാ കാര്യത്തിന്? എനിക്കൊരു 2-3 ചുരിദാർ വാങ്ങണമായിരുന്നു. ആ മെട്രോ കളക്ഷനിൽ നല്ല ചുരിദാർ വന്നിട്ടുണ്ട്. നിന്റെ തലയ്ക്ക് വല്ല പ്രാന്തമാണ്, എനിക്ക് അറിയാൻ മേല ചോദിക്കൂ. നിനക്ക് എന്തിനു ഇതിന് മാത്രം ചുരിദാർ? നീ വല്ലയിടത്തോട്ട് പോകുന്നുണ്ടോ? അതോ ഇനി ഈ വീട്ടിൽ വല്ലത്തു ചുരിദാർ കട വല്ല തുണിക്കട വല്ല തുടങ്ങാനുള്ള പ്ലാൻ വേണോ? അല്ല സുമിത്രേ, എന്താ നിന്റെ ഉദ്ദേശം? എന്ത്? ഇത് ഇത് അമ്മച്ചിയുടെ സാരിയല്ലേ, ഇതങ്ങനെ കേറിയത്? ഇവള് കേറി. ഞാനോ? പിന്നല്ലാണ്ടാരാണ്? ഞാനിതേ കഴുകി പുറത്ത് അഴയിലിട്ടിരുന്നാണ്, ഇപ്പൊ താഴെ കിടക്കണം. എടുത്തു നോക്കിയപ്പോ ഇതാണ് അവസ്ഥ. അയ്യോ പവിത്രയുടെ സത്യമായിട്ട് ഞാനല്ല ഇത് ചെയ്തത്. എന്റെ അമ്മച്ചി, കഴിഞ്ഞ ദിവസം ഇതുപോലെ ഒരു സംഭവം ഉണ്ടായി. എന്റെ മുണ്ട് ഞാൻ അലക്കി അയലിട്ടായിരുന്നു. എനിക്ക് തോന്നി രാത്രി കുറെ പട്ടികളില്ല കിടന്ന് കറങ്ങുന്നുണ്ട്. ഞാനൊരു 100 പ്രാവശ്യം പറഞ്ഞില്ല അലക്കി എടുത്ത തുണി സന്ധ്യയ്ക്ക് മുമ്പ് എടുത്ത് അകത്തിടണമെന്ന്. അത് ആ പട്ടികളും എല്ലാം വലിച്ചു കയറിയതായിരിക്കും. കൊടുത്ത് കൊതി പോലും തീർന്നിട്ടില്ല, അതിനു മുമ്പ് കണ്ടാടാ. പവിത്ര കേട്ടോ, സംഗതി പിടികിട്ടിയോ? ഇല്ല. കുട്ടിക്കൃഷ്ണൻ അമ്മാവൻ. കുട്ടിക്കൃഷ്ണൻ അമ്മാവനെ പുകഴ്ത്തി പറഞ്ഞ സാരിയല്ലേ ഇത്? എന്റെ ഫോണിന് പറ്റിയത് അമ്മച്ചിയുടെ സാരിക്കും പറ്റി. എന്റെ മെക്കിട്ട് കയറാതെ നിങ്ങളുടെ അനിയന്റെ വായിൽ വല്ല പ്ലാസ്റ്റർ ഒട്ടിക്കാൻ നോക്കും. സുമിത്ര ഈ അവസരം മുതലെടുക്കാതിരിക്കുമോ? അവള് ന്യായമായ രീതിയിൽ അതങ്ങ് വിനിയോഗിച്ചു. പക്ഷെ അമ്മച്ചിക്ക് വിട്ടുകൊടുക്കാൻ പറ്റുമോ? അമ്മച്ചിയുടെ ബന്ധുവായി പോയില്ലേ. ഞാൻ അമ്മച്ചിയോട് പറഞ്ഞ് ആശ്വസിപ്പിച്ചു, അമ്മച്ചി ഇതിലൊന്നും വലിയ കഥയില്ലെന്ന്. എന്നിട്ട് അടുത്ത പണി എനിക്കായിരുന്നു. മഹാനായ അമ്മാവൻ 3-5 ദിവസം കഴിയുമ്പോൾ വീട്ടിലേക്ക് കയറി വന്നു. 3-ാം ഭാഗത്തിന്റെ തുടക്കം. എന്റെ കുട്ടികൃഷ്ണ, ആടിനെ പട്ടിയാക്കുന്ന കാര്യത്തിൽ അവള് ബഹും ഇടിക്കുകയാണ്. ഇപ്പൊ ഇവിടെ നടക്കുന്ന സംഭവങ്ങളെല്ലാം നീ കാരണമാണെന്നാണ് അവള് പറയണത്. ഞാനാ? സുമിത്രത്തിന് എന്നെ കുറ്റം പറയണത്? അവളുടെ ഫോൺ വെള്ളത്തിന് വീണില്ലേ, അത് നിന്റെ നാവദോഷമാണെന്നാണ് അവള് പറയണത്. എന്റെ അങ്ങാടി തോറ്റയ്ക്ക് അമ്മയുടെ നെഞ്ചത്തെന്ന് പറഞ്ഞു കേട്ടിട്ടില്ലേ? ആ സ്വഭാവമാണ് അവക്ക്. അവളുടെ കുറ്റം അവള് സമ്മതിച്ചു തരില്ല. അത് ശരിയാ, ഓൺ തുഴിക്കാൻ പോയി ഇതുപോലെ വെള്ളത്തിൽ വീഴും. എന്നെ കുറ്റം പറഞ്ഞ കാര്യമുണ്ടാ? പിന്നെ എന്റെ സാരി പട്ടി കടിച്ചതൊന്നുമല്ല, അവള് കീറിയതായിരിക്കുവാടാ നിന്റെ തലയിൽ വെച്ച് കേട്ടെ. ഈ കാലത്ത് ആരെങ്കിലും വിശ്വസിക്കുക വെച്ച് കഷ്ടം തന്നെ. അവൾ എന്ത് പറഞ്ഞാലും അവൻ വിശ്വസിക്കും. വിശ്വസിച്ചില്ലെങ്കിൽ പിന്നെ സമാധാനം കൊടുക്കുവാ. അമ്മാവനോ? ഞാനാണെ അമ്മാവനാണ് കുറെ ദിവസമായിട്ട് ഇങ്ങോട്ട് വരുന്നില്ലല്ലോ എന്ന് ഓർത്ത് ഇങ്ങനെ സങ്കടപ്പെട്ടിരിക്കുവായിരുന്നു. നിങ്ങളെ ഞാനോട് പറയുമായിരുന്നത്. എന്തിന് നിങ്ങക്ക് പ്രാന്തണ്ടോ? ഇത്രയും കിട്ടിയിരുന്നു പോരെ? സുമിത്ര രഹസ്യം പറച്ചില്ലേ? അവിടെ പറയായിരുന്നേ, അമ്മാവൻ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്കൊക്കെ വീട്ടിലോട്ട് വരുന്നത് ഞങ്ങൾക്ക് ഒരു സന്തോഷമാണെന്ന് പറയുമായിരുന്നു. അല്ല നീ രാവിലെ അങ്ങോട്ടാ? ഇല്ല മാവ, എനിക്ക് 2 സ്ഥലത്ത് പോകാനുണ്ട്. നമ്മൾ വീട്ടിൽ ഇരുന്നാൽ നമ്മുടെ കാര്യം നടക്കുമോ? അല്ല, നിനക്ക് ഈ പോകേണ്ടത് അടുത്ത പ്രദേശത്തൊക്കെ അല്ലേ? അതെ. ഈ സ്കൂട്ടറിൽ പോകേണ്ട കാര്യമുണ്ട്. പിന്നെ ഞാൻ പിന്നെ അങ്ങനെ പോണ്ടേ? അല്ല, നടന്നു പോയാൽ ഗുണം 2 ഉണ്ട്. എന്ത്? ഒന്നാമത്തെ പെട്രോൾ ലാഭിക്കാം, അല്ലെ നടന്നു പോകുമ്പോൾ ആരോഗ്യം നല്ല ബലമായിട്ടിരിക്കും. എന്റെ അമ്മാവ, ഇന്നത്തെ കാലത്ത് ആളുകൾക്ക് വേണ്ടത് സ്പീഡാണ്. എന്നെ ഓരോ കാര്യങ്ങൾ ഏൽപ്പിക്കുന്ന ആർക്ക് കാര്യങ്ങൾ പടപട സ്പീഡിൽ കാര്യങ്ങൾ നടക്കണം. എന്റെ അമ്മാവ, എനിക്ക് ആ സ്കൂട്ടറും കൂടെ ഇല്ലായിരുന്നുണ്ടെങ്കിൽ ഒരു മനുഷ്യൻ എന്നെ വിളിക്കുകയല്ല. ഞാൻ ഇറങ്ങട്ടെ അമ്മേ, എടി ഞാൻ പോവാം. ഇതാ ഇപ്പോഴത്തെ പിള്ളേരുടെ ഒരു കുഴപ്പം. രേഖയാണെങ്കിൽ ഒരു ജോലിയും ചെയ്യില്ലെന്നേ. ചോദിക്കാൻ പറയും കാലം മാറി, സ്പീഡില്ലാതെ ഇക്കാലത്ത് ഒന്നും നടക്കൂല. ഈ 2 ചക്ര വാഹനത്തിലൊക്കെ അങ്ങനെ സ്പീഡിൽ പോകാതിരിക്കുന്നതാണ് നല്ലത്. 2 വീട്ടിൽ ഓടുന്ന സാധനമല്ലേ, മൂക്കും കുത്തി വീഴാൻ 1 നിമിഷം മതി. അയ്യോ